ആദർശിന്റെയും നയനിയുടെയും വായിൽ നിന്ന് തന്നെ അനാമിക സത്യങ്ങളൊക്കെ തിരിച്ചറിയാനിട്ടോ അത് വെച്ച് അവർ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തീരുമാനിക്കുകയാണ് അനാമിക. ആ ഒരു ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണിത്. എന്തായാലും നമുക്ക് എപ്പിസോഡിലോട്ട് കടക്കാം. ആദർശും നയനയും കൂടി നവ്യയുടെ കുഞ്ഞിനെ കാണാൻ വേണ്ടി മുറിയിലോട്ട് കടക്കുന്നുണ്ട്. കൂടെ ചന്തുമോളും ഉണ്ട് കേട്ടോ. ചേച്ചി കുഞ്ഞുറങ്ങിയോ? ഏയ് ഇല്ല, ഇവൻ ഏത് സമയം കണ്ണും തുറന്ന് കിടക്കുക. അപ്പൊ തന്നെ നവ്യ ആദർശിനെ ശ്രദ്ധിക്കുന്നുണ്ട്. ആദർശിനെ കണ്ട പാടത്തിന് നവ്യക്ക് നല്ല ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പൊ ആദർശ് ചോദിക്കുന്നുണ്ട്, നവ്യ നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട. അഭി എന്തെങ്കിലും വാങ്ങിച്ചേരാത്തുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചേരാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. ആ പിന്നെ ഇനി നിങ്ങൾ എനിക്ക് ഒന്നും വാങ്ങിച്ചേരണമെന്നില്ല. ഇപ്പൊ എന്റെ ഭർത്താവ് എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അഭി ആരും കുറച്ചൊന്നും കാണണ്ട. എനിക്ക് ആവശ്യമുള്ളത് എന്റെ ഭർത്താവ് അഭി വാങ്ങിച്ചെന്നോളും. ഇനി എനിക്ക് ഓരോന്ന് വാങ്ങി നിങ്ങൾ ആരും ബുദ്ധിമുട്ടണമെന്നില്ല. ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, നവ്യ നിനക്ക് ഓരോന്ന് വാങ്ങിച്ചിരുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ അങ്ങനെയാണോ ഞങ്ങളെ കണ്ടത്? അങ്ങനെയൊന്നും അല്ലായിരുന്നു. പക്ഷെ നയനെ, ചിലരൊന്നും നമ്മൾ വിചാരിച്ച പോലെയല്ല. അവർക്ക് വേറൊരു മുഖമുണ്ട്. അതൊക്കെ നമ്മൾ പിന്നീടായിരിക്കും അറിയാം. ഇത് കേട്ടപ്പോ നയനയ്ക്ക് നല്ല വിഷമാവുന്നുണ്ട് കേട്ടോ. ചേച്ചി ഇങ്ങനെയൊന്നും സംസാരിക്കാതെ. ചേച്ചി ആദർശേട്ടനെ കുറിച്ചാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ ആദർശേട്ടൻ ചേച്ചിക്ക് എപ്പോഴും നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് ചേച്ചിക്കും അറിയാലോ. അഭി ചെയ്യേണ്ട പല കാര്യങ്ങളും ആദർശേട്ടൻ മുന്നിൽ നിന്നിട്ട് ഒരു കുറവും വരുത്താതെ ചെയ്തു തന്നിട്ടില്ലേ ചേച്ചി? എന്നിട്ടും എങ്ങനെയാ ചേച്ചിക്ക് ആദർശേട്ടൻ ആ കണ്ണിലൂടെ നോക്കാൻ പറ്റുന്നത്? അപ്പൊ ആദർശ് പറയുന്നുണ്ട്, നയനെ വേണ്ട, ഞാൻ പുറത്ത് കാണും, നിങ്ങൾ സംസാരിക്കും. ഇതും പറഞ്ഞുകൊണ്ട് ആദർശ് വിഷമിച്ചുകൊണ്ട് തന്നെ മുറിയിൽ നിന്ന് പുറത്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ നയന പറയുന്നുണ്ട്, ചേച്ചി ഇപ്പൊ ചെയ്യുന്നതൊന്നും ശരിയല്ല. പിന്നീട് എപ്പോഴെങ്കിലും ചേച്ചിക്ക് ഇതാലോചിച്ച് ദുഃഖിക്കേണ്ടി വരുന്ന അവസ്ഥ വരരുത്. ഞാൻ എന്തിനു ദുഃഖിക്കണം? അയാളല്ലേ ഈ തെറ്റൊക്കെ ചെയ്തത്. നിന്നോട് ഇത്രയും ചെയ്തു കൂട്ടിയതും പോരാ, നീ അയാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അയാൾക്ക് എന്തു ആവാന്നുള്ള ഭാവം. എന്ത് അയാളെന്നോ? എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ വിളിക്കുന്നത്? പിന്നെ ഞാൻ എങ്ങനെ വിളിക്കണടി? ആദർശേട്ടെന്ന് വിളിച്ചൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ അയാൾ അത്ര വലിയ പരിശുദ്ധനൊന്നും അല്ല. ചേച്ചി ഞാനെന്തൊക്കെ പറഞ്ഞു കൂടിപ്പോവും. ഈ സംസാരം നമുക്കിവിടെ നിർത്താം. ശരി നിർത്താം. അല്ലടി നീ എപ്പോഴും ഈ കുരിപ്പിനെ കൊണ്ട് നടക്കുവാണോ? ചേച്ചി കുഞ്ഞിനെയാണോ ഇങ്ങനെയൊക്കെ വിളിക്കുന്നത്? ചേച്ചിയുടെ കുഞ്ഞിനെ ഇങ്ങനെ ആരെങ്കിലും വിളിച്ചാ ചേച്ചിക്ക് അത് സഹിക്കൂ? ദേ എന്റെ കുഞ്ഞിനെ ഇവിളിയായിട്ട് നീ കമ്പയർ ചെയ്യാൻ നിൽക്കണ്ട. എനിക്കത് ഇഷ്ടമല്ല. ഇവളെ എവിടുന്നോ കയറി വന്നൊരു പെൺകുട്ടി. പക്ഷെ എന്റെ കുഞ്ഞ് അനന്തപുരിയിലെ കുഞ്ഞാ. നിനക്കത് എപ്പോഴും ഓർമ്മയുണ്ടായിക്കോട്ടെ. ചേച്ചിക്കിപ്പൊ നല്ല മാറ്റം വന്നു. കഴിയുന്ന പരമാവധി അഭി മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നുണ്ടാവും അല്ലേ? ദേ അഭിയെ കുറിച്ച് നീ ഇനി ഒരു അക്ഷരം മിണ്ടട്ട. അഭി നീ പറയുന്നത് കേട്ട് ഇപ്പൊ വന്നാൽ എന്തായിരിക്കും ഉണ്ടാവുക? അഭി ഇപ്പൊ എന്നെ ആത്മാർത്ഥമായിട്ടാ സ്നേഹിക്കുന്നത്. എന്നെയും എന്റെ കുഞ്ഞിനെയും അവനിപ്പൊ ജീവനാ. ജീവൻ. സ്നേഹം പുറത്തടിച്ച് ഉള്ളില് വിഷമായിട്ട് നടക്കുന്നവനവൻ. നീ എന്താ പറഞ്ഞത്? ഏയ് ഒന്നുമില്ല ചേച്ചി. ആ സമയത്താണ് ചന്തമോള് കുഞ്ഞിന്റെ കൈ കയറി പിടിക്കുന്നത് കേട്ടോ. ഇത് കണ്ടപ്പോ തന്നെ ദേഷ്യം വരണം നവ്യക്ക്. എടി എന്റെ കുഞ്ഞിന്റെ കൈ വിട്. നീ എന്തിനാ എന്റെ കുഞ്ഞിന്റെ കൈ കയറി പിടിക്കുന്നത്? ചേച്ചി ഇത് കുഞ്ഞല്ലേ. ഈ കുഞ്ഞിന് കുഞ്ഞു കുട്ടികളോട് വാത്സല്യം കാണില്ലേ? കാണും. പക്ഷെ അത് എന്റെ കുഞ്ഞിന്റെ അടുത്ത് ആവണ്ട. നീ വേണേ ഒരെണ്ണത്തിനെ പ്രസവിച്ചു കൊടുക്ക്. ചേച്ചി ഇതൊക്കെ വളരെ മോശമാണ് കേട്ടോ. ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല എനിക്ക്. നീയേ ഈ പെണ്ണിനെ വിളിച്ച് പോവാൻ നോക്ക്. നിനക്ക് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ വരാം. അല്ലാതെ നാട്ടുകാരും വീട്ടുകാരും വിളിച്ചുകൂട്ടി ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. ചേച്ചിയോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. മോളെ നമുക്ക് പോവാം, വാ. ഓ ഒന്നുകൂടി അങ്ങ് ഒലിപ്പിക്കടി. നിന്റെ സ്വന്തം ചോരയെ പറഞ്ഞ കുഞ്ഞല്ലേ. അതൊന്നും ചേച്ചി നോക്കേണ്ട ആവശ്യമില്ല. ആരുടെ കുഞ്ഞാണെങ്കിലും ഞാൻ എന്റെ സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കും. നോക്ക്. നിന്റെ ഭർത്താവിന്റെ ചോര തന്നെയല്ലേ. നോക്കിക്കോ, ഒരു കുഴപ്പമില്ല. മോളിങ് വാ. മോളെ തലയ്ക്ക് സുഖമില്ലാത്തൊരു പലതും വിളിച്ചു പറയും. അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. എടി തലയ്ക്ക് സുഖമില്ലാത്ത നിനക്കാ. ഒന്ന് മിണ്ടാതിരിക്കും ചേച്ചി. ഇതും പറഞ്ഞുകൊണ്ട് ചന്തമോളെയും കൂട്ടി അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ നയന. അപ്പൊ തന്നെ ആദർശേട്ടൻ പുറത്ത് വിഷമിച്ചോണ്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ആദർശേട്ടാ ഇവിടെ നിൽക്കുകയായിരുന്നോ? കുഞ്ഞിനെ ഒന്ന് കണ്ട് കയ്യിലെടുക്കാന്ന് കരുതിയതാ. കുഞ്ഞിന് കൊടുക്കാൻ ഞാൻ ചെറിയൊരു സർപ്രൈസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ അതൊന്നും വേണ്ട. ഞാൻ അവരുടെ മുന്നിൽ ഒന്നിനും പറ്റാത്തൊരു വ്യക്തിയാ. അങ്ങനെയുള്ള ഒരു വ്യക്തി തരുന്നതൊന്നും അവർക്ക് വാങ്ങാൻ താല്പര്യം കാണില്ല നയനെ. അങ്ങനെയൊന്നുമില്ല ആദർശേട്ടാ. ദേ കുഞ്ഞിന് ആ ഗിഫ്റ്റ് കൊടുത്തിട്ട് വാ ആദർശേട്ടൻ. വേണ്ട നയനെ, സമയം കിട്ടുമ്പോ നീ അത് നവ്യയുടെ കയ്യിൽ കൊടുത്താൽ മതി. ചിലപ്പോ ഞാൻ കൊടുത്താ അവൾ അത് വാങ്ങിയെന്ന് വരില്ല. ഇതും പറഞ്ഞുകൊണ്ട് ആദർശ് ആ ഗിഫ്റ്റ് നയനയുടെ കയ്യിൽ കൊടുത്തിട്ട് മുറിയിലോട്ട് നടന്നു പോവാണ് കേട്ടോ. പിന്നാലെ തന്നെ നയനയെ മുറിയിലെത്തുന്നുണ്ട് കേട്ടോ. ആദർശേട്ടാ ഇന്ന് ജ്വല്ലറി പോകുന്നില്ലേ? ഇല്ല നയനെ, ഇന്ന് ഓഫീസിൽ പോയിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. എന്തു പറ്റി ആദർശേട്ടാ? എന്തിനാ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുന്നത്? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ. ഇനി കുറച്ചുകൂടി ദിവസം കഴിഞ്ഞാൽ എല്ലാവരും അതൊക്കെ മറക്കും. നയനെ, ഞാൻ മറ്റുള്ളവരുടെ മാറാപ്പ് എന്റെ തലയിലെടുത്ത് വെക്കുവല്ലേ. എന്തിനാ അതിന്റെ ആവശ്യം? അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട് ആദർശേട്ടാ. ഈ ചന്തമോളില്ലാതെ എനിക്കിന്നെ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ കുഞ്ഞിന്റെ സുരക്ഷ നമ്മുടെയും കൂടെ ആവശ്യം ആദർശേട്ടാ. അതുകൊണ്ട് ആദർശേട്ടൻ ഈ ത്യാഗം ഏറ്റെടുത്തേ പറ്റൂ. നയനെ, സഹിക്കാവുന്നിടത്തോളം സഹിച്ചു. പറ്റാവുന്നിടത്തോളം ഞാനതൊക്കെ കടിച്ചമർത്തി. പക്ഷേ പലരുടെയും മുന വെച്ചുള്ള സംസാരം എനിക്കത് താങ്ങാൻ പറ്റുന്നില്ല നയനെ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അനാമിക ഡോറിന്റെ അടുത്തൂടെ പോകുന്നത്. അപ്പോഴാണ് ഇവർ സംസാരിക്കുന്നത് കേൾക്കുന്നത് കേട്ടോ. ആദർശേട്ടാ മുത്തശ്ശൻ പറഞ്ഞ പോലെ ഇതൊക്കെ കണ്ടില്ലെന്ന് പറഞ്ഞ് കണ്ണടച്ച നമുക്ക് നല്ലതേ വരൂ. എന്നാ ഇത് കേട്ട അനാമിക ഒരു നിമിഷം അവിടെ സ്റ്റക്ക് ആവുന്നുണ്ട്. ഓ
ഇവരെന്തോ കാര്യമായിട്ട് സംസാരിക്കുകയാണെന്ന് തോന്നുന്നു. എന്തൊക്കെയോ കണ്ണടയ്ക്കാനൊക്കെ പറയുന്നുണ്ട്. ശരിക്കും അത് അങ്ങേരുടെ കുഞ്ഞായിരിക്കില്ലേ? എന്തായാലും ഇവര് പറയുന്നത് മുഴുവനും കേൾക്കണം. എന്തൊക്കെയോ ചതി എവിടേക്കോ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇതും പറഞ്ഞുകൊണ്ട് ചുമരിനോട് അടുപ്പിച്ച് നിൽക്കുന്നുണ്ട് അനാമിക കേൾക്കാൻ വേണ്ടിട്ടോ. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, ദേ ഈ കുഞ്ഞിനെ നോക്കുന്നതിൽ എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ എല്ലാവരുടെ മുന്നിൽ ഞാൻ അനഘയോട് തെറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയല്ലെന്ന് എനിക്ക് നിനക്കും മുത്തശ്ശനൊക്കെ അറിയാം. എന്നാൽ എന്നെ അധികമായിട്ട് വിശ്വസിച്ചവരൊക്കെ ഇപ്പൊ എന്നെ വെറുക്കുക. അവരൊക്കെ സത്യങ്ങൾ അറിയണം. അപ്പൊ അനാമിക കരുതുന്നുണ്ട്, അപ്പൊ ഇത് ഇയാളുടെ കുഞ്ഞല്ലേ? അപ്പൊ ആരുടെ കുഞ്ഞാണെന്നുള്ളത് ഇവർക്ക് നന്നായിട്ട് അറിയാം. ഇവരെന്തൊക്കെയോ നാടകം കളിക്കുക. അപ്പോഴാണ് നയന പറയുന്നത്, ആദർശേട്ടാ ഇപ്പൊ ഈ ത്യാഗം ത്യജിച്ചു കഴിഞ്ഞാല് ചന്തുമോൾ നമ്മളുടെ സ്വന്തം കുഞ്ഞാവും. ഒരിക്കലും ഇല്ല നയനെ. ഈ കുഞ്ഞിന്റെ അച്ഛൻ ഈ വീട്ടിലുള്ളിടത്തോളം കാലം നമ്മൾ ഈ ത്യാഗം ത്യജിച്ചാലും ഈ കുഞ്ഞ് നമ്മളുടേതാവില്ല. ഈ കുഞ്ഞിന്റെ ചോര ഇവിടെ തന്നെ കഴിയുന്നിടത്തോളം കാലം ഒരിക്കലും ഇത് നമ്മളുടെ കുഞ്ഞാവില്ല നയനെ. ഇത് കേട്ടപ്പോൾ അനാമിക മനസ്സിൽ കരുതുന്നുണ്ട്, എന്തൊക്കെ ഞാൻ ഈ കേൾക്കുന്നത്? അപ്പോ ചന്തമോളുടെ യഥാർത്ഥ അച്ഛൻ ഇയാളല്ല. ഇയാൾ ആർക്കോ വേണ്ടി ത്യാഗം ത്യജിക്കാണ്. അബിക്ക് വേണ്ടി ഒരിക്കലായിരിക്കില്ല. പിന്നെ അനിക്കോ? അവൻ തന്നെ ആയിരിക്കും. എന്നെ കെട്ടിയിട്ട് മറ്റൊരുത്തിയുടെ പിന്നാലെ പോവല്ലേ? അവൻ ഈ സ്വഭാവം ഇല്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അപ്പോഴാണ് നയന പറയുന്നത്, ആദർശേട്ടാ എന്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതൊന്ന് കണ്ണടയ്ക്കണം. ചേച്ചി ഇപ്പോൾ ഒരുപാട് അബിയെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ എന്തിനു നയനെ ആ ചതിയനെ ഇങ്ങനെ വിശ്വസിക്കണോ? ഇനിയും നിന്റെ ചേച്ചിയോട് തെറ്റിയില്ലെന്ന് ആര് കണ്ടു? ഇത് പിടിക്കപ്പെടാത്തോട്ടോളം കാലം അവൻ വീണ്ടും ഇത് എന്നെ തുടരും. ഇത്രയും വൃത്തിയായിട്ട നാടകങ്ങൾ. അപ്പൊ അനാമിക ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോ അഭിയേട്ടനാണോ ചന്തുമോളുടെ കുഞ്ഞ്? യെസ്, അതെ. ഇല്ലെങ്കിൽ ഇവരെങ്ങനെയൊന്നും പറയില്ല. എന്തായാലും ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നയന പറയുന്നുണ്ട്, ആദർശേട്ടാ അബിയുടെ കുഞ്ഞാണ് ചന്തുമോളെന്നുള്ളത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞെന്ന് അബി എങ്ങാനും അറിഞ്ഞ ആ കുഞ്ഞിന് അബി ഇല്ലാതാകും. ആദർശേട്ടാ എനിക്ക് ചന്തുമോൾ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. നയനെ നീ പറയുന്നത് എനിക്ക് മനസ്സിലാവും. പക്ഷെ എല്ലാവരുടെ മുന്നിൽ ഞാൻ കുറ്റക്കാരനാ. ആ പാവ അനക്കയോട് തെറ്റ് ചെയ്തവനാ. ഇങ്ങനെ എനിക്ക് ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല നയനെ. നീ എന്റെ മാനസികാവസ്ഥയോട് മനസ്സിലാക്ക്. ഞാൻ പറയേണ്ടത് പറഞ്ഞു. ഇനി ആദർശേട്ടന് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. മുത്തശ്ശനൊന്നും മുന്നിൽ കാണാതെ പറയില്ലെന്നറിയാലോ. എല്ലാ കാലവും ആദർശേട്ടൻ ഇങ്ങനെ ഒരു വ്യക്തിയായി ജീവിക്കേണ്ടി വരില്ല. എന്നെങ്കിലും ഒരിക്കൽ സത്യങ്ങൾ എല്ലാവരും തിരിച്ചറിയുന്ന ദിവസം വരും. ആ ഒരു ദിവസത്തിന് വേണ്ടിയെങ്കിലും നമുക്ക് കാത്തിരുന്നൂടെ? അതുവരെ ചന്തുമോൾ എന്റെ കുഞ്ഞായിരിക്കും. എനിക്കത് മാത്രം മതി ആദർശേട്ടാ. നയനെ നീ പറയുന്നത് എന്തിലെങ്കിലും ഞാൻ എതിര് നിന്നിട്ടുണ്ടോ? അതുപോലെ ഈ ആവശ്യം അതുപോലെ തന്നെ ആവട്ടെ. അപ്പോഴാണ് അനാമികയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അബിയാണ് യഥാർത്ഥത്തിൽ ചന്തുമോളുടെ അച്ഛനെന്നുള്ളതും ഈ നാടകമൊക്കെ കളിച്ചത് അബിയാണെന്നുള്ളത്. അപ്പോ ഈ അബി ആയിരുന്നു ഇത്രയും വൃത്തിയായിട്ട് നാടകങ്ങളൊക്കെ കളിച്ചത്. അതെനിക്കല്ലേലും മുൻപേ സംശയം ഉണ്ടായിരുന്നു. ഏതായാലും ഇന്നത്തോടു കൂടി അത് ക്ലിയർ ആയി. എന്റെ കയ്യിലൊരു തകർപ്പൻ ഓഫറല്ലേ വന്നിരിക്കുന്നത്. ഇനി ഇവൾമാരെയൊക്കെ ഞാൻ എന്തിനെ പേടിക്കുന്നത്? ഇവളെയൊക്കെ ഞാൻ ശരിക്കും വരച്ച വരയെ നിർത്തും. നോക്കിക്കോ. ഇല്ലെങ്കിൽ അനാമികയുടെ പേര് തിരിച്ചിടണം. ഇപ്പൊ തന്നെ എനിക്ക് എന്റെ വീട്ടിലോട്ട് പോകണം. ഇതും പറഞ്ഞുകൊണ്ട് അനാമികയുടെ വീട്ടിലോട്ട് പോവാൻട്ടോ. പിന്നെ അനാമികയുടെ വീട്ടിലെത്തിയതാണ് കാണിക്കുന്നത്. കോളിംഗ് ബെൽ അടിച്ചപ്പോ തന്നെ രേവതി പുറത്തോട്ട് വരുന്നുണ്ട്. ആഹാ, മോളോ? വേണുവേട്ടാ, ദേ മോള് വന്നിരിക്കുന്നു. ഞങ്ങളിപ്പോ നിന്റെ കാര്യം പറഞ്ഞ് നാക്ക് വായിലോട്ട് ഇട്ടതേ ഉള്ളൂ. അല്ല, എന്താ ഇന്ന് മുഖത്തൊരു പ്രകാശം? നല്ല സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. ആണല്ലോ, എന്റെ കയ്യിലെ ഒരു വമ്പർ ലോട്ടറി ഉണ്ട്. ലോട്ടറി അടിച്ചോ? അല്ല, നീ എന്നു മുതലാ മോളെ ലോട്ടറി എടുക്കാൻ തുടങ്ങിയത്? ഇത് കേട്ടിട്ടാണ് വേണു അങ്ങോട്ട് വരുന്നത്. എന്താ ലോട്ടറി അടിച്ചെന്നോ? അതേ വേണുവേട്ടാ, നമ്മുടെ മോക്ക് ലോട്ടറി അടിച്ച്. എത്ര ലക്ഷങ്ങളോ കോടികളോ? ഇതൊക്കെ കേട്ടിട്ട് അനാമിക ഒരു പുച്ഛഭാവത്തിൽ നിൽക്കുന്നുണ്ട്. എന്തോന്നാ അച്ഛാ, ലക്ഷങ്ങളും കോടികളും ഒന്നുമല്ല, അതിന്റെ മുകളിലാ. മോളെ നീ പറയുന്നത് സത്യമാണോ? സത്യമാണ് അച്ഛാ. നമുക്കേ മൂർത്തീസ് ജ്വല്ലറി വേണമെങ്കിൽ നമ്മുടെ പേരിൽ എഴുതിയെടുക്കാം. അത്രയും വലിയൊരു ഗോൾഡൻ ഓഫർ എന്റെ കയ്യിൽ എത്തിയിരിക്കുന്നത്. തട്ടി തെറിപ്പിക്കുന്നതിന് മുമ്പേ അച്ഛനും അമ്മയോട് അത് പറഞ്ഞേക്കാന്ന് കരുതി. എന്തൊക്കെയാ മോളെ നീ പറയുന്നത്? ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ രേവതി? വേണോട്ടാ, ഞാൻ കരുതി ലോട്ടറി അടിച്ചതാണെന്ന്. ഇവൾ എന്തോന്നൊക്കെ പറയുന്നേ? അച്ഛനമ്മയൊന്ന് വന്നേ, ഇതൊന്നും ഇവിടുന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റിയ കാര്യമല്ല. വാ. ഇതും പറഞ്ഞ് അകത്തേക്ക് അവർ പോകുന്നുണ്ട് കേട്ടോ. എന്താ മോളെ, എന്താ കാര്യം? പറ. ദേ, നീ ഇങ്ങനെ അച്ഛന് സസ്പെൻസ് ഇടാതെ വല്ല ഹാർട്ട് അറ്റാക്കും വന്നു പോവും. അച്ഛൻ ഇത് കേട്ടാ ചിലപ്പോ ഹാർട്ട് അറ്റാക്ക് വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അപ്പൊ രേവതി പറയുന്നുണ്ട്, മോളെ നീ അതൊന്ന് പറഞ്ഞു തൊലയ്ക്കുന്നുണ്ടോ? അമ്മേ, ഇപ്പൊ അവിടെ ഒരു പെണ്ണ് വന്നിട്ടില്ലേ? ആ, അതാ ആദർശിന്റെ കുഞ്ഞല്ലേ? എന്നാ അല്ല. അല്ലേ? അപ്പൊ മോളെന്നല്ലേ 2 ദിവസം മുന്നേ പറഞ്ഞത് ആദർശിന്റെ കുഞ്ഞാണതെന്ന്? അല്ലമ്മേ, ആ കുഞ്ഞിന്റെ അച്ഛൻ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അതാരാ വേറൊരച്ഛൻ? അതല്ലേ ട്വിസ്റ്റ് അച്ഛാ. ഈ കുഞ്ഞിന്റെ അച്ഛനെ നമ്മളൊക്കെ ആദ്യം പ്രതീക്ഷിച്ച പോലെ തന്നെ ആ അബി തന്നെയാ. അബിയോ? അപ്പോ ഇവനാണ് കുഞ്ഞെന്ന് സമ്മതിച്ചെന്നല്ലേ മോൾ പറഞ്ഞത്? അതെ, അങ്ങനെ സമ്മതിച്ചതിന് വേറൊരു കാര്യം കൂടി. ആ നയനയില്ലേ, അവള് നല്ല ബുദ്ധിശാലിയാ. ഈ കുഞ്ഞ് ശരിക്കും അബിയുടേതാ.
ഈ അബിക്ക് അനഘ പറയുന്ന ഒരു പെൺകുട്ടിയിലുണ്ടായ കുഞ്ഞ്. മോളെ, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല, നീ തെളിയിച്ചു പറ. ഈ നയനയും ആദർശും സംസാരിക്കുന്നത് ഞാൻ ഒളിഞ്ഞെന്ന് കേട്ടതാ. അബിയാണ് ഈ നാടകങ്ങളൊക്കെ കളിച്ചത്. ആ കുഞ്ഞിന്റെ അച്ഛൻ അബിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ അബി തട്ടും. അതില്ലാതാക്കാൻ വേണ്ടി ആ കിളവൻ കണ്ടുപിടിച്ച മാർഗമാണിത്. ഇതിന്റെ പേരില് മൂത്ത കുഞ്ഞെന്നുള്ള പേരിലും അധികാരവും അവകാശമൊക്കെ അവർക്കല്ലേ കിട്ടുക. ഇതാണ് കിളവന്റെ ഉദ്ദേശം. അപ്പൊ മോള് പറഞ്ഞു വരുന്നത് ആദർശ് ഈ നാണക്കേട് തലയിൽ എടുത്ത് വെക്കുകയാണെന്നാണ്. അതും മനഃപൂർവ്വം. അതെ അച്ഛാ, അവർക്ക് ഈ സ്വത്ത് കൈക്കലാക്കണം. അതിനു വേണ്ടിയിട്ട് അബിയുടെ ഭാരത്തെ തലയിൽ ചുമക്കുക. ഇതെങ്ങനെ അബി അറിഞ്ഞു കഴിഞ്ഞാൽ ചന്തമോളെ പിന്നെ അബി കൊല്ലു. ഇതില്ലാതാക്കാൻ വേണ്ടി ആ കിളവൻ കണ്ടുപിടിച്ച മാർഗമാണിത്. ഇത് ഞാൻ അവർ സംസാരിക്കുന്നത് കേട്ടതാ. ഇതും പറഞ്ഞ് ഞാൻ അവളെ അവളുടെ ഭർത്താവിനെ നന്നായിട്ട് വിരട്ടി നിർത്തും. ഞാൻ കളിക്കാൻ പോവാ അച്ഛാ. ഹോ എന്റെ മോളെ, നീ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും രേവതിക്കും ആശ്വാസമായി. മോളെ, നീ ആദ്യം പണത്തിലേക്കാണ് കണ്ണു കൊണ്ടുപോകേണ്ടത്. പണം കഴിയുന്നതും ആ ആദർശിന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റണം. മോൾക്ക് ഈ വിവരം അറിയാന്നുള്ളത് ആരും അറിയരുത്, അവരല്ലാതെ. അതെ അച്ഛാ, ഞാനിനി എന്ത് ചെയ്യണമെന്ന് അറിയാനാ അച്ഛൻ്റെ അടുത്തോട്ട് വന്നത്. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ മോളെ. അവളെ നന്നായിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യുക. അവള് നിന്നെ അങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്തില്ലേ? അവളുടെ അമ്മായിമ്മയ്ക്ക് പാലിൽ വിഷം കലർത്തി കൊടുത്തത് നീയാണെന്നും പറഞ്ഞിട്ട്. അതുപോലെ പണത്തിന് വേണ്ടി മോളെ ഇനി തിരിച്ച് അവളെ ബ്ലാക്ക്മെയിൽ ചെയ്യണം. അപ്പൊ രേവതി പറയുന്നുണ്ട്, മോളെ, ഇനി അനന്തപുരിയുടെ കിരീടം നിന്റെ കയ്യിൽ. അത് പോവാതെ സൂക്ഷിച്ചും കണ്ടൊക്കെ നീ ഉപയോഗിക്കണം. അതൊക്കെ ഞാൻ ഏറ്റമ്മേ. എന്നാ ഞാൻ ഇറങ്ങട്ടെ, ഇത് പറയാൻ വേണ്ടി മാത്രം വന്നതാ. ശരി മോളെ. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയിലാണ്. ഒരു ഭാഗത്ത് നയനയും ആദർശും കുഞ്ഞിനെ കളിപ്പിച്ചോണ്ടിരിക്കാനട്ടോ. അപ്പൊ അങ്ങോട്ട് മനഃപൂർവ്വം അനാമിക ചെല്ലുന്നുണ്ട്. ഓ, കുഞ്ഞിന്റെ അച്ഛൻ കുഞ്ഞിനെ കളിപ്പിക്കുമായിരിക്കും അല്ലേ? ഇത് കേട്ടപ്പോ നയന പറയുന്നുണ്ട്, ആണെങ്കിൽ നിനക്കെന്താ? ഒന്നുമില്ല. അന്യന്റെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ കാണാനും വേണം ഒരു ഭാഗ്യം. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു. നീ കൂടുതൽ അധികം ആക്കണ്ട. അധികം ആക്കിയാല് ഞാൻ പലരും ഇവിടെ വിളിച്ചു പറയും. നീ എന്ത് വിളിച്ചു പറയാനാ? നീ എന്ത് വിളിച്ചു പറഞ്ഞാലും ഇനി എനിക്ക് ഒരു ചുക്കും ഇല്ല. എന്തായാലും സ്വത്തിന് വേണ്ടി അന്യന്റെ കുഞ്ഞിനെ സ്വന്തമാക്കാൻ നോക്കുന്നതിലെ ഞാൻ ആദ്യമായിട്ട് കാണുക. ഇതേ അന്യന്റെ കുഞ്ഞൊന്നല്ല, ആദർശേട്ടന്റെ കുഞ്ഞാ. ആണോ? ഞാൻ വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിക്കാനേ എന്റെ പട്ടിയെ കിട്ടൂ. ഇത് അബിയേട്ടന്റെ കുഞ്ഞാ. അബിയേട്ടന്റെ ഭാരം നിങ്ങൾ തലയിൽ ചുമക്കുക. അപ്പൊ നയന പറയുന്നുണ്ട്, ദേ നീ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കണ്ട. ഇത് ഞങ്ങളുടെ കുഞ്ഞാ എന്നും. ആയിക്കോട്ടെ, നിങ്ങൾ ഈ ഭാരം എടുത്ത് തലയിൽ വെച്ചോ. പക്ഷേ ഞാൻ അബിയേട്ടനോട് പറയും, നിങ്ങൾക്ക് അത് അബിയേട്ടന്റെ കുഞ്ഞാണെന്ന് അറിയാന്നുള്ള സത്യം. നിങ്ങൾ പറയുന്നത് മുഴുവൻ ഞാൻ കേട്ടതാ. ഇനി സത്യം മറച്ചു വെക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ DNA ടെസ്റ്റ് നടത്തിയല്ലേ സത്യം അറിയാൻ? അനാമിക, അതേ അനാമിക തന്നെയാണ്. ഞാൻ സത്യങ്ങൾ മുഴുവനും അറിഞ്ഞു. അതെല്ലാവരോടും വിളിച്ച് പറയണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെയൊക്കെ നിങ്ങൾ നിൽക്കേണ്ടി വരും. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, എന്താ നീ ബ്ലാക്ക്മെയിൽ ചെയ്യാണോ? അതേന്ന് കൂട്ടിക്കോ. എന്നാലും പണത്തിനും വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വൃത്തിയായിട്ട് കൂട്ടി നിൽക്കണമായിരുന്നു നിങ്ങൾ. ശരിക്കും നിങ്ങൾ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലാത്തൊരു മാന്യനല്ലേ? എന്നിട്ട് എന്തിനാ ആ മാന്യത കളയുന്നത്? എന്നാ പിന്നെ അത് ചൂടാറുമ്പോ ഞാൻ അറിയിക്കട്ടെ. അനാമിക, നിനക്ക് എന്താ വേണ്ടത്? വേണ്ടതൊക്കെ ഞാൻ പറയാം. അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. എനിക്കിന്ന് ഫുഡിന്റെ കൂടെ ചിക്കൻ ഫ്രൈ വേണം. ഒരു 10 ലക്ഷം രൂപ പെട്ടെന്ന് തന്നെ കിട്ടണം. 10 ലക്ഷോ? ചിക്കൻ ഫ്രൈ നിനക്ക് ഉണ്ടാക്കി തരാം, പക്ഷെ 10 ലക്ഷം കിട്ടിയേ പറ്റൂ. അനാമിക പറഞ്ഞതാ. ഇല്ലെങ്കിൽ സത്യം മുഴുവൻ ഞാൻ അബിയേട്ടന്റെ ചെവിട്ടിലെത്തിക്കും. അബിയേട്ടനെ മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലും. ആ നവ്വീത അറിഞ്ഞാലുള്ള അവസ്ഥ എന്താവും അറിയാലോ നിങ്ങൾക്ക്. ഇതൊക്കെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ചെയ്തേ പറ്റൂ. ഇന്ന് വൈകുന്നേരം വരെ സമയമുണ്ട്. അതിനുള്ളിൽ ചെയ്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്റെ സ്ഥാന്യ സ്വരൂപം തിരിച്ചറിയും. ഇത് പറഞ്ഞുകൊണ്ട് അനാമിക അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നയന പറയുന്നുണ്ട്, ആദർശേട്ടാ, ഒരാളെ ഒതുക്കുമ്പോൾ അടുത്ത ആളാണല്ലോ. അബിയെ പോലെ ഇവള് നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഇറങ്ങിക്കുക. എന്ത് ചെയ്യാനാ? എല്ലാ കുറ്റങ്ങളും തലയിലെടുത്ത് വെച്ചതല്ലേ ഞാൻ. ഇനിയിപ്പോൾ അനുഭവിച്ചേ പറ്റൂ. 10 ലക്ഷം രൂപ ഇപ്പൊ തന്നെ അവളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാന്ന് പറ. ഓക്കെ, ഇനി നല്ല കിടിലൻ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകളാണ് കേട്ടോ. അപ്പോൾ ആ എപ്പിസോഡുകൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, വീഡിയോ ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡിന് വേണ്ടി നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.